ലൈഫ് ഭവന പദ്ധതി ഇനി അവകാശമല്ല, സർക്കാരിൻ്റെ ഔദാര്യമെന്ന് UDF സർക്കാർ. ലൈഫ് വഴി ഇനി ഭവനം ലഭിക്കണമെങ്കിൽ 1,00,000 രൂപ, അതായത് മൊത്തം തുകയുടെ 25% ഗുണഭോക്താക്കൾ അടയ്ക്കണം. ഇതെല്ലാം പോട്ടെ, ഇപ്പോൾ ലൈഫ് മിഷൻ വഴി കിട്ടുന്ന ഭവനങ്ങളിൽ സർക്കാരിൻ്റെ കേന്ദ്രമുദ്ര പതിക്കണമെന്ന് അടുത്തൊരു തീരുമാനം. പൂക്കി വിസ്മയം. എന്താല്ലേ, ഞാൻ ചോദിക്കട്ടെ, ഈ തരുന്നത് അവകാശമല്ല ഔദാര്യമാണെന്ന് പറയുന്ന ഈ ഒരു തുക ഇവരുടെയൊക്കെ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീട്ടിൽ നിന്നാണോ എടുത്ത് തരുന്നത് നമുക്ക് ഔദാര്യമാകാൻ? ഈ കേന്ദ്ര മുദ്ര പതിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ ലോണിനെടുക്കുന്ന പശുവിൻ്റെ മൂക്കിൽ കൂടെ മൂക്ക് കയറിട്ട് തരും, ഇത് സർക്കാരിൻ്റെ വകയാണെന്ന് പറഞ്ഞിട്ട്. നാളൊരു കാലത്ത് നമ്മുടെ കുട്ടികൾ, നമ്മുടെ സഹോദരങ്ങളുടെ കുട്ടികൾ, ഈ ലൈഫ് മിഷൻ വഴി വീട് വാങ്ങിച്ചവരുടെ കുട്ടികൾ ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇത് ഇവൻ്റെ വകയല്ല, ഇത് ഞങ്ങളുടെ ഔദാര്യമാണ്, ഇത് ഞങ്ങളുടെ വകയാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയല്ലേ നിങ്ങളുടെ ഈ ഒരു പ്രഖ്യാപനം? ഒരു മകളുടെ കല്യാണത്തിന് ആലോചനയ്ക്കായി വരുന്ന ചെറുക്കൻ്റെ വീട്ടുകാർ നോക്കുമ്പോൾ അവിടെ സീൽ ചെയ്ത് വെച്ചേക്കുക, ഇത് ഇവരുടെ വകയല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ വകയാണെന്ന്. ഈ ഗവൺമെൻറ്റിന് എവിടെ നിന്നാണ് വക വന്നത്? അവിടെ സാധാരണക്കാരെ തരുന്ന ടാക്സും സാധാരണക്കാരെ പിഴിഞ്ഞുണ്ടാക്കുന്ന പൈസയുമാണ് നിങ്ങൾ സാധാരണക്കാർക്ക് ഈ പറയുന്ന ഔദാര്യമായി കൊടുക്കുന്നത്. നിങ്ങളുടെ ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടല്ല, സാധാരണക്കാരെ വഞ്ചിച്ച് പിഴിഞ്ഞും ഉടച്ചുമൊക്കെ ഉണ്ടാക്കുന്ന ഈ തുകയെടുത്ത് ആ സാധാരണക്കാർക്ക് ഞങ്ങളുടെ പിണറായി സർക്കാർ ഇരുന്ന കാലത്ത് കൊടുത്തപ്പോൾ ഞങ്ങളുടെ പിണറായി സർക്കാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനിടാം വീഡിയോയിൽ, നോക്കിയേക്ക്. ഇത് അവരുടെ വീട് എന്ന് തന്നെ അറിയണം. ആരെങ്കിലും ഒരാൾ അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ അത് അവരുടെ സ്വന്തം എന്ന് തന്നെ അറിയണം. അവിടെയാടോ ജനങ്ങളോടുള്ള ആ കൂറ് കാണിക്കേണ്ടത്? അതാണ് നേതാവ്. അല്ലാണ്ട് നിങ്ങൾ UDFൻ്റെ കുറച്ച് സാരഥികളും എന്ന് പറയുന്നുണ്ടല്ലോ, പിണറായി വെള്ളപൂശിയത് മതിയായോ എന്ന്. വെള്ളപൂശുന്നതല്ലടോ, ആ സംരക്ഷണം ആ വാക്കുകളിലുണ്ട്, ആ പ്രവൃത്തികളിലുണ്ട്. അല്ലാണ്ട് സാധാരണക്കാരനെ തന്നെ പിഴിഞ്ഞുണ്ടാക്കിയിട്ട് ആ സാധാരണക്കാരനെ തന്നെ നിങ്ങളുടെ യാചക വസ്തുവാക്കി കാണിക്കുന്ന ഈ നിയമമുണ്ടല്ലോ, ഈ ഒരു അവസ്ഥയാണോ, അല്ലെങ്കിൽ ഈ ഒരു മാറ്റമാണോ? ഞാൻ സാധാരണക്കാരോട് ഒരു വാക്ക് ചോദിക്കുവാണ്, ഇങ്ങനൊരു മാറ്റമാണോ നിങ്ങളും ആഗ്രഹിച്ചത്? ഇങ്ങനെ ഒരു ഭരണമാണോ നിങ്ങളും ആഗ്രഹിച്ചത്? പറയാതിരിക്കാൻ പറ്റണില്ല, അതുകൊണ്ട് ഇട്ടു പോകുന്നതാണ്. ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, പൊന്നു സർക്കാരെ, ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ അറിയാണ്ട് ആഗ്രഹിച്ചു പോയി. ഇങ്ങനെ ഇല്ലാക്കൊല ചെയ്യല്ലേ. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്താ പറ, എനിക്കറിയില്ല. ഓപ്പറേഷൻ തൂഫാനിൽ കുടുങ്ങി കോൺഗ്രസ് പ്രവർത്തകർ സലാം, ഹുസൈൻ അബ്ബാസ് എന്നിവരാണ് 130 ഗ്രാം MDMA-യുമായി കാസർഗോഡ്. ഒരു എംബ്ലം, ഒരു ലോഗോ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലോഗോ അതിൻ്റെ അകത്ത് അവർ കണ്ടീഷനായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അല്ല, അത് MOU വെക്കുമ്പോൾ അത് അംഗീകരിക്കേണ്ടി വരും. ആ വീട് അവരതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.